ഇതൊരു കമ്പ്യൂട്ടർ പവർ സപ്ലൈ ആണ്. കമ്പ്യൂട്ടർ റിപ്പയർ ചെയ്യുന്ന മിക്ക ടെക്നീഷ്യന്മാരും ഇത്തരം പവർ സപ്ലൈ കേട് വന്നാൽ ഇതിനെ ഒഴിവാക്കി പകരം പുതിയത് ഇൻസ്റ്റാൾ ചെയ്യുകയാണ് പതിവ്. കുറച്ചൊന്ന് ശ്രമിച്ചാൽ ഇതുപോലുള്ള മിക്ക SMPSകളും കുറഞ്ഞ ചെലവിൽ റിപ്പയർ ചെയ്തെടുക്കാൻ നമുക്ക് സാധിക്കും. ഇത്തരം പവർ സപ്ലൈയിൽ നിന്നും നിരവധി വയറുകൾ പുറത്തേക്കുണ്ടെങ്കിലും 3.3, +12, -12, 5 എന്നിങ്ങനെയുള്ള വോൾട്ടേജുകളാണ് ഇതിൽ നിന്നും ലഭിക്കുന്നത്. കമ്പ്യൂട്ടറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കണക്ട് ചെയ്യുന്നതിനായി ഒരേ സപ്ലൈയിൽ നിന്ന് തന്നെ നിരവധി വയറുകൾ പുറത്തേക്ക് എടുത്തിരിക്കുകയാണ്. ഇതിൽ നിന്ന് ലഭിക്കുന്ന +12 വോൾട്ട് വളരെ കൂടിയ ആംബിയറിലുള്ളതാണ്. 12 വോൾട്ടിൽ പ്രവർത്തിക്കുന്ന ആംപ്ലിഫയറുകൾ, കാർ സ്റ്റീരിയോകൾ എന്നിങ്ങനെ നിരവധി ഉപകരണങ്ങൾ നമുക്ക് ഈ പവർ സപ്ലൈയിൽ പ്രവർത്തിപ്പിക്കാൻ സാധിക്കും. യെല്ലോ വയറുകളെല്ലാം 12 വോൾട്ടാണ്. ബ്ലാക്ക് വയറുകൾ നെഗറ്റീവുമാണ്. ഇത് 230 വോൾട്ട് സപ്ലൈയിൽ കണക്ട് ചെയ്തതിനു ശേഷം ഇതിൽ നിന്നും വരുന്ന ഗ്രീൻ, ബ്ലാക്ക് വയറുകൾ തമ്മിൽ ഒരു വയർ ഉപയോഗിച്ച് ഷോർട്ട് ചെയ്ത് വെച്ചാൽ മാത്രമേ പവർ സപ്ലൈ ഓൺ ആവുകയുള്ളൂ. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിലുള്ള കൂളിംഗ് ഫാൻ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പവർ സപ്ലൈ 90% ഓക്കെ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതിൽ നിന്നും പുറത്തേക്കുള്ള വയറുകളെല്ലാം ഒഴിവാക്കി പകരം യെല്ലോ, ബ്ലാക്ക് വയറുകൾ ഉണ്ടായിരുന്ന ഭാഗത്തു നിന്നും വണ്ണം കൂടിയ ഓരോ വയറുകൾ സോൾഡർ ചെയ്ത് പുറത്തേക്കെടുത്താൽ പവർ കൂടിയ ഒരു 12 വോൾട്ട് പവർ സപ്ലൈ ആയി നമുക്കിതിനെ ഉപയോഗിക്കാം. ഗ്രീൻ വയറിനെ ബ്ലാക്ക് വയർ ഉണ്ടായിരുന്ന ഭാഗത്തേക്ക് ഷോർട്ട് ചെയ്ത് വെക്കുക. SMPSകളെ പറ്റി വിശദമായി നമ്മുടെ ക്ലാസ്സുകളിൽ പഠിക്കുന്നുണ്ട്. നിങ്ങളുടെ സ്ഥലത്തിരുന്നു കൊണ്ട് തന്നെ നിങ്ങളുടെ ഒഴിവു സമയത്ത് പ്രാക്ടിക്കൽ ചെയ്തുകൊണ്ട് ഇലക്ട്രോണിക്സ് പഠിക്കാം. കോഴ്സിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഹായ് എന്ന് വാട്സാപ്പ് ചെയ്യുക.